നമസ്കാരം, വെൽക്കം ടു മിനീസ് മിനി കിച്ചൺ. ഇന്ന് ഞാനിവിടെ തയ്യാറാക്കാൻ പോകുന്നത് റവ ലഡു ആണ്. നമുക്ക് ബേക്കറിയിലൊക്കെ കിട്ടുന്ന അതേ ടേസ്റ്റിൽ റവ ലഡു എങ്ങനെ തയ്യാറാക്കാമെന്ന് നോക്കാം. നമുക്ക് റവ ലഡുവിന് ആദ്യം റവ വറുത്തെടുക്കണം. ഞാൻ ആദ്യമേ ഇത് വറുത്തെടുത്തതാണ്. റവ നമുക്കൊരു ഡീപ്പ് ഫ്രൈ ആവണ്ട, ഒരു മീഡിയം ഫ്രൈ ആയാൽ മാത്രം മതി. അപ്പോൾ നമുക്ക് ഈ റവ ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് നമുക്ക് തിളപ്പിച്ചാറ്റിയ പാലും കൂടെ ചേർത്ത് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ആദ്യം നമുക്കിതിലേക്ക് 1 കപ്പ് പാല് ചേർത്ത് കൊടുത്ത് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്യാം. ഇനി നമുക്കിതിലേക്ക് 1/4 കപ്പ് പാലും കൂടെ ചേർത്ത് കൊടുത്ത് നല്ലപോലെ ഒന്ന് കുഴഞ്ഞ് വരത്തക്ക രീതിയിൽ നമുക്ക് കൈ കൊണ്ട് തന്നെ നല്ലപോലെ ഒന്ന് ഇതുപോലെ ഒന്ന് മിക്സ് ചെയ്യാം. ഞാൻ ഇതിലേക്ക് ടോട്ടൽ 1/4 കപ്പ് പാലാണ് ഇതിലേക്ക് ചേർത്തത്. 2 കപ്പ് റവക്ക് 1/4 കപ്പ് പാലാണ് ഞാൻ ഇതിലേക്ക് ചേർത്ത് കൊടുത്തത്. ഇനി നമുക്കിനി 20 മിനിറ്റ് റെസ്റ്റ് ചെയ്യാൻ വെക്കാം. ഇത് നമുക്ക് ഈ റവ 20 മിനിറ്റ് നല്ലപോലെ പാലിലിങ്ങനെ കുതിർത്ത് വെക്കണം. അപ്പോൾ ഇങ്ങനെ കുതിർന്ന് വന്നാൽ മാത്രമേ ഇത് നല്ല സോഫ്റ്റായിട്ട് കിട്ടുള്ളൂ. അപ്പോൾ നമ്മളിത് ലാസ്റ്റ് കുഴച്ചെടുക്കുമ്പോൾ ഒരു ചപ്പാത്തിയുടെ ആ ഒരു ഇതിൽ കുഴച്ചെടുക്കാം ഇതിന്. അപ്പോൾ നമുക്കിത് 20 മിനിറ്റ് മാറ്റി വയ്ക്കാം. അപ്പോൾ നമുക്ക് ഏതാണ്ട് ഒരു 20 മിനിറ്റ് ആയിട്ടുണ്ട്. ഇനി നമുക്കിതിനെ ഒന്നുകൂടെ കൈകൊണ്ട് തന്നെ നല്ലപോലെ ഒന്ന് കുഴച്ചെടുക്കാം. നമുക്കിതിനെ ചെറിയ ഉരുളകളാക്കിയെടുക്കാം. ആദ്യം നമുക്കൊന്ന് കയ്യിൽ ഇത്തിരി വെളിച്ചെണ്ണ തടവി കൊടുക്കാം. ഇത് നമുക്ക് ഇതുപോലെ ചെറിയ ഉരുളകളാക്കി ഇങ്ങനെ ഒന്ന് പ്രസ് ചെയ്ത് ഇതുപോലെ അങ്ങ് മാറ്റി വയ്ക്കാം. ഇത് നമുക്ക് വെളിച്ചെണ്ണയിൽ ഇട്ടെടുക്കുകയാണ് വേണ്ടത്. അപ്പോൾ നമുക്ക് ഈ വലിയ വലിയ ബേക്കറിയിലൊക്കെ കിട്ടുന്ന റവ ലഡു നല്ലൊരു ടേസ്റ്റ് ആയിരിക്കും. ആ ഒരു ടേസ്റ്റ് വരാൻ കാരണം എന്ന് വെച്ചാൽ ഈ റവ ഇതുപോലെ ചെയ്ത് വെളിച്ചെണ്ണയിൽ ഇട്ട് എടുക്കുന്നത് കൊണ്ടാണ് ആ ഒരു നല്ലൊരു ടേസ്റ്റ് വരുന്നത്. അപ്പോൾ ആ ഒരു ടേസ്റ്റ് വരുമെന്ന് മാത്രമല്ല, ഇത് നമുക്ക് ഒരാഴ്ചയെങ്കിലും നമുക്ക് അത് യൂസ് ചെയ്യാനും പറ്റും. അതാണ് ഇതിൻ്റെ ഒരു പ്രത്യേകത. അപ്പോൾ നിങ്ങളെല്ലാവരും ചെയ്യുമ്പോൾ ഇതുപോലെ ഒന്ന് ചെയ്ത് നോക്കാം. അപ്പോൾ നമുക്ക് ഇതെല്ലാം ഇതുപോലെ ഒന്ന് ഉരുട്ടിയെടുത്ത് വെളിച്ചെണ്ണയിൽ ഇട്ട് കൊടുക്കാം. ഉരുട്ടിയെടുത്ത് ഇതുപോലെ പരത്തി നമുക്കൊന്ന് വെളിച്ചെണ്ണയിലൊന്ന് ഇട്ട് കൊടുക്കാം. അങ്ങനെ എല്ലാം ഉരുളകളാക്കി പ്രസ് ചെയ്ത് മാറ്റി വയ്ക്കാം. ഒരു പാത്രത്തിൽ ആവശ്യത്തിന് എണ്ണ ഒഴിച്ചു കൊടുക്കുക. എന്നിട്ട് എണ്ണ നല്ലപോലെ ചൂടാകുമ്പോൾ നന്നായി വറുത്ത് കോരിയെടുക്കാം. അപ്പോൾ നല്ലൊരു ഡീപ്പ് ഫ്രൈ ആവണ്ട, ഉള്ളു ഒരു വേവുന്ന രീതിയിൽ ഏതാണ്ട് ഒരു ബ്രൗൺ കളർ ആകുമ്പോൾ നമുക്കിതിൽ നിന്ന് എണ്ണയിൽ നിന്ന് കോരിയെടുക്കാം. ഇതുപോലെ തന്നെ എല്ലാം എണ്ണയിലിട്ട് വറുത്ത് കോരുക. എന്നിട്ട് നല്ലപോലെ തണിഞ്ഞതിന് ശേഷം നമുക്കൊരു മിക്സിയിലിട്ടൊന്ന് പൊടിച്ചെടുക്കാം. ഇത് നമുക്കൊരു ലൈറ്റ് ബ്രൗൺ കളറിൽ മാത്രം വറുത്തെടുത്താൽ മതി, അധികം വറുത്തെടുക്കണ്ട. എന്നിട്ട് നമുക്കിത് വറുത്തെടുത്ത് ഇത് മിക്സിയിലൊന്ന് ക്രഷ് ചെയ്തെടുക്കണം. മിക്സിയിലൊന്ന് ക്രഷ് ചെയ്യാന്ന് പറഞ്ഞാൽ ഏതാണ്ട് ഒരു നല്ല രീതിയിൽ തന്നെ പൊടിച്ച് ഇതിനെടുക്കണം. അപ്പോൾ ഒന്ന് ക്രഷ് ആയാൽ മാത്രം പോരാ, നല്ല രീതിയിൽ തന്നെ ഇതിനെ പൊടിച്ചെടുക്കണം. ഏതാണ്ട് ഇതേ രീതിയിൽ തന്നെ പൊടിച്ചെടുക്കുക. ഇപ്പോൾ ഏതാണ്ട് നമ്മൾ പഴയ വറുത്ത റവ എങ്ങനെയാണ് അതുപോലെ തന്നെ ഇതായിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് ചേർക്കേണ്ടത് 1 കപ്പ് പഞ്ചസാര പൊടിച്ചതാണ്. അത് നമുക്കിതിലേക്ക് ചേർത്ത് കൊടുക്കാം. ഇനി അടുത്തതായി നമുക്ക് വറുത്ത തേങ്ങയാണ്. അപ്പോൾ വറുത്ത തേങ്ങ ഡീപ്പ് ഫ്രൈ ആവണ്ട, അപ്പോൾ ഒരു ചെറിയ ബ്രൗൺ കളർ ആവുന്ന രീതിയിൽ വറുത്ത് ഒന്ന് മിക്സിയിൽ ക്രഷ് ചെയ്ത് നമുക്കിതിലേക്ക് ചേർത്ത് കൊടുക്കാം.
അപ്പോൾ നമ്മൾ ഇതിലേക്ക് 1 കപ്പ് വറുത്ത തേങ്ങയും ചേർത്ത് കൊടുത്തു. ഇനി നമുക്ക് അടുത്തതായി ഇതിലേക്ക് ചേർക്കേണ്ടത് 1/2 ടീസ്പൂൺ ഏലക്കാപ്പൊടിയാണ്. അതും കൂടെ ഇതിലേക്ക് ചേർത്ത് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്യുക. ഇനി നമുക്ക് കാഷ്യൂനട്ടും കിസ്മിസും കൂടെ ഒന്ന് വറുത്തെടുക്കാം. അതിനായി ഇതിലേക്ക് ഒരു 5 ടേബിൾ സ്പൂൺ നെയ്യ് ചേർത്ത് കൊടുത്തു. ഇനി നമുക്ക് അടുത്തതായി ചേർക്കേണ്ടത് കാഷ്യൂനട്ടാണ്. കാഷ്യൂനട്ട് ഒരു 1/2 കപ്പ് നമുക്കിതിലേക്ക് ചേർത്ത് കൊടുക്കാം. അപ്പോൾ നമുക്ക് കാഷ്യൂനട്ട് മാത്രമല്ല, നമുക്ക് ഡ്രൈ ഫ്രൂട്ട്സ് ബദാം ഉണ്ടെങ്കിൽ ചേർക്കാം, പിസ്ത എന്തുണ്ടെങ്കിലും നമുക്കിതിലേക്കൊന്ന് നെയ്യിലിട്ടൊന്ന് വറുത്ത് കോരി ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. അപ്പോൾ കാഷ്യൂനട്ട് ഏതാണ്ട് ഒരു ചെറിയ ബ്രൗൺ കളറായി വരുമ്പോൾ നമുക്കിതിലേക്ക് കിസ്മിസും കൂടെ ചേർത്ത് ചൂടോടുകൂടി തന്നെ നമുക്കിത് റവയിലേക്ക് ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ എന്നിട്ടൊരു സ്പൂൺ എടുത്ത് നല്ലപോലെ മിക്സ് ചെയ്യുക. ചൂടാറിക്കഴിയുമ്പോൾ നമുക്ക് കൈകൊണ്ട് തന്നെ ഇതുപോലെ നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്യാം. അപ്പോൾ ഇതുപോലെ നല്ലപോലെ ഒന്ന് മിക്സായി വന്നിട്ടുണ്ട്. ഇനി നമുക്കിതിനൊരു ലഡു ഉരുട്ടുന്ന രീതിയിൽ ഇതുപോലെ നല്ലപോലെ ഉരുളകളാക്കി ഉരുട്ടി മാറ്റി വയ്ക്കാം. അപ്പോൾ ഈ ഒരു അളവിൽ ചെയ്ത് കഴിഞ്ഞാൽ നമുക്കൊരു 25 ലഡു വരെ കിട്ടും. അപ്പോൾ എല്ലാവരും ഒന്ന് റവ ലഡു ഒന്ന് ട്രൈ ചെയ്ത് നോക്കും. അപ്പോൾ നമ്മുടെ അടിപൊളി റവ ലഡു റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഇതെല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. നമ്മൾ ഇതേ രീതിയിൽ ചെയ്യുവാണെങ്കിൽ നമുക്കൊരു 7 ദിവസം വരെ ഇത് സ്റ്റോർ ചെയ്ത് സൂക്ഷിച്ച് വയ്ക്കാം. അപ്പോൾ ഇതെല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം.